കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെയൊക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത്രയും ദിവസം കാത്തുകാത്തിരുന്ന നല്ലൊരു വിശേഷമൊക്കെ തന്നെയാണ് കേട്ടോ. അരുന്ധതിനെ പ്രിയ വന്നിട്ട് പൊളിച്ചടുക്കുന്നുണ്ട്. ഇത്രയും നാള് തന്റെ സ്വന്തം കുഞ്ഞിനെ തന്നിൽ നിന്ന് അകറ്റി നിർത്തിയ പെറ്റമ്മയെ അരുന്ധതിനെ വലിച്ചു കീറുവാണ് പ്രിയ. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ഗൗതം ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ്. അതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വസന്തിന്റെയും പ്രിയയുടെയും കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കുതന്ത്രങ്ങളൊക്കെ പിങ്കിയും മോഹിനി അരുന്ധതിയും ചേർത്ത് നടത്തുന്നുണ്ടായിരുന്നു. പിന്നീട് ജോത്സ്യം വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയതിനു ശേഷം ലക്ഷ്മിയമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ലക്ഷ്മിയമ്മ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് മോഹിനി വന്നിട്ട് പറഞ്ഞു, ഇല്ല ഇനിയിപ്പം നമ്മൾ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല ലക്ഷ്മിയേട്ടത്തി, ജോത്സ്യം പറഞ്ഞ കാര്യങ്ങള് അത് നമ്മൾ വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ. ഒരുപക്ഷെ വസന്ത് പ്രിയൻ തമ്മിൽ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിൽ എന്തെങ്കിലും അനർത്ഥങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും എന്ന് പറയാം. എന്നാലും എൻ്റെ പ്രിയമോള് പാവം എന്തൊരു പ്രതീക്ഷയോട് കൂടിയാ 6-7 വർഷമായിട്ട് അത് ഒരു മുറിയിൽ തന്നെ കാരാഗൃഹവാസം അനുഭവിച്ചു വരുമായിരുന്നു. ഇപ്പൊ ഒരു നല്ല ജീവിതം അതിന് കിട്ടുമെന്നുള്ള സമയത്ത് അതിങ്ങനെയായിപ്പോയി. എൻ്റെ ഭഗവാനെ, അതിന് മാത്രം എന്ത് തെറ്റാ എൻ്റെ പ്രിയമോള് ചെയ്തതെന്നൊക്കെ ലക്ഷ്മിയമ്മ പരിതപിക്കുകയാണ്. ലക്ഷ്മിയമ്മയ്ക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രമാത്രം പ്രിയനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് മോഹിനി പറഞ്ഞു, നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമല്ലോ ചിലരുടെ തലവരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയയ്ക്ക് ഇങ്ങനെയുള്ള തലവരയായിരിക്കും വിധിച്ചിരിക്കുന്നത്. ഇനിയിപ്പം അർജുൻ വന്നെങ്കിൽ മാത്രമല്ലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. ഈ സമയത്ത് അരുന്ധതിയുടെ അടുത്തേക്ക് എൻ്റെ പിങ്കി പറഞ്ഞു, നമ്മളെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജോത്സ്യൻ അപ്പാടെ പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മിയമ്മ അത് വിശ്വസിക്കുകയും ചെയ്തു. ഇനി ഒരു പക്ഷെ ഗൗതം വന്നിട്ട് പറയായിരിക്കും. പക്ഷെ അതിനു മുമ്പ് വല്യമ്മ ഒരു കാര്യം ചെയ്യണം, ഗൗതമിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഇന്ന് ജോത്സ്യൻ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാലോ. ഗൗതത്തിനടുത്ത് ഇടപെടുമ്പോൾ അതിൻ്റെതായ രീതിക്ക് വേണം. ഗൗതം ഒരു പോലീസ് ഓഫീസറാണ്. നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ ഒരു കാരണവശാലും കണ്ടുപിടിക്കാൻ ഇടയാവില്ലെന്ന് പറയണം. അരുന്ധതി പറഞ്ഞു, ഈ എൻ്റെ അടുത്താണ് അവൻ്റെ ഒരു കളി നടക്കില്ല. ഈ അരുന്ധതി ആരാന്ന് അവനും അവൻ്റെ ഭാര്യ അറിയാൻ പോകുന്നുള്ളെന്ന് പറയാണ്. പിന്നീട് അരുന്ധതിയും മോഹിനിയൊക്കെ ഹാളിലേക്ക് ചെന്ന് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഈ സമയത്താണ് ഗൗതം അങ്ങോട്ട് വരുന്നത്. ഗൗതം വന്നു കഴിഞ്ഞപ്പോഴത്തേനും മഹേശ്വരനും കൂടെ അങ്ങോട്ട് വന്നു. മഹേശ്വരൻ പറഞ്ഞു, മോനെ നിന്നോട് അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറയാം. എന്താ വെച്ചാ എന്താളും പറഞ്ഞോളാൻ പറയണം. അല്ല, ഇന്ന് ഞങ്ങള് ഒരു ജോസിനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്രിയയുടെയും വസന്തിന്റെയും തമ്മില് ജാതകങ്ങൾ തമ്മിൽ ഒന്ന് ചേരുവോന്ന് നോക്കണം. അതോടൊപ്പം തന്നെ മുഹൂർത്തം കുറിക്കണ കല്യാണത്തിനുള്ള. ഇനിയിപ്പം എതിർപ്പ് വെച്ചിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലായി. അല്ലെങ്കിലും ഇപ്പൊ എതിർപ്പ് വെക്കുന്ന എന്തിനാ? ഇനി അവർക്ക് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അവർ തമ്മിൽ ഒന്നിച്ചോട്ടെ. അതിന് വേണ്ടി ഒരു ജോത്സ്യനെ ഞങ്ങൾ വിളിച്ചു വരുത്തിയാന്ന് പറയാം. എന്നിട്ടോ മുഹൂർത്തം കുറിപ്പിച്ചോന്ന് ചോദിക്കണം. പക്ഷെ മുഹൂർത്തം കുറിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതെന്താ വെച്ചാ അങ്ങനെ സംഭവിച്ചേ? അതോ പക്ഷെ അയാൾ ഒന്ന് പ്രശ്നം വെച്ച് നോക്കിയിട്ട് പറഞ്ഞ കാര്യങ്ങൾ അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ലായിരുന്നു പറയാ. എന്താ വെച്ചാ മറച്ചു കെട്ടില്ലാത്ത കാര്യം എന്താന്ന് പറ. എന്താ അയാൾ വന്ന് പറഞ്ഞെന്ന് ചോദിക്കണം. അല്ല അത് പിന്നെ മോനെ, അതെ ഈ കല്യാണം നടക്കാൻ പാടില്ലെന്നാ പറഞ്ഞു. ഇപ്പം കല്യാണം നടക്കാൻ പാടില്ല. അതെന്താ? ഈ കല്യാണം ഇപ്പം നടന്നിട്ടുണ്ടെങ്കിൽ കുടുംബത്തിന് ദോഷമാണ്. അർജുനെ കുറിച്ചൊരു വിവരമല്ലോ. അർജുൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോന്ന് അറിയത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഒരാളുള്ള സമയത്ത് ഇപ്പൊ ഈ കല്യാണം നടക്കാൻ പാടില്ല എന്ന് പറയാണ്. പെട്ടെന്ന് ഗൗതമി അപകടം മണത്തു. ഗൗതം ചോദിച്ചു, അല്ല അത് ഏത് ജോത്സ്യനാ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കണം. അത് എന്റെ പരിചയത്തിലുള്ള ജോത്സ്യനാ, അയാൾ നല്ലയാളാ എന്ന് പറയണം. ഓഹോ അങ്ങനെയാണ് കാര്യങ്ങൾ. ഒരു കാര്യം ചെയ്യ, അച്ഛൻ ആ ജോത്സ്യന്റെ നമ്പർ ഒന്ന് വാങ്ങി തരുമോന്ന് ചോദിക്കുകയാണ്. അതെന്തിനാ മോനെ? അല്ല അച്ഛൻ നമ്പർ ഇങ്ങ് മേടിച്ചാലോ, എനിക്കൊന്ന് നേരിട്ട് ചോദിക്കാമല്ലോ, അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാണെന്ന് പറയും. എൻ്റെ ഈ നമ്പർ ഇല്ലാന്ന് പറയണേ. ഓ അച്ഛൻ്റെ ഈ നമ്പർ ഇല്ലല്ലേ, എനിക്ക് മനസ്സിലായി അച്ഛാ. അല്ല കല്യാണം നിങ്ങൾ നടക്കുമെന്ന് അറിഞ്ഞ് ഇപ്പോൾ ഒരു വഴിയില്ലാഞ്ഞിട്ട് അടുത്ത ഊടായ്പോയിട്ട് ഇറങ്ങിയിരിക്കുമല്ലേ. നാണമില്ലേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാനായിട്ട്? നേരെ അരുന്ധിയുടെ അടുത്തേക്ക് എല്ലുവാണ്. സ്വന്തം ചോരയുടെ വല്യമ്മ ഈ യുദ്ധം നടത്തുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ സാധിക്കും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? പാവം, അതൊരു മിണ്ടാപ്രാണിയെ പോലെ എല്ലാം സഹിച്ച് ക്ഷമിച്ച് ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ അതിനോട് ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത്. ഡോക്ടറും പ്രിയേച്ചിയും തമ്മിൽ അടുക്കുകയെന്നാണ് ഇപ്പൊ സഹിച്ചില്ലല്ലേ. എല്ലാ പണികളും നോക്കിയിട്ട് നടക്കാന്ന് ഇപ്പൊ അവസാനം ഈ ഒരു പണിയായിട്ട് നടന്നിരിക്കുമല്ലേ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറഞ്ഞേക്കാം, നിങ്ങൾ എന്തൊക്കെ തലകുത്തി മറന്ന് പറഞ്ഞാലും ഇനിയിപ്പോൾ ഏത് ജോത്സ്യം വന്ന് പറഞ്ഞാലും ആകാശം ഇടിഞ്ഞു വീഴുന്നു പറഞ്ഞാലും പ്രിയേച്ചയും വസന്ത് സാറിനും തമ്മിൽ ഞാൻ ഒന്നിപ്പിച്ചിരിക്കുമെന്ന് പറയാണ്. അതിനിപ്പം ആരുടെ സമ്മതവും വേണ്ടെന്ന് പറയണം. ഇത്രയും പറഞ്ഞിട്ട് ഗൗതം അങ്ങോട്ട് പോവാ. മുഖത്തടിയേറ്റവല്ലേ ഇപ്പൊ അരുന്ധതിയും മഹേഷനൊക്കെ. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ജോത്സ്യം വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും എല്ലാവരും അതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതിരുന്ന് കല്യാണം മുടക്കുമെന്നുള്ള ചിന്തയിലായിരുന്നിരുന്നത്. പക്ഷെ അവരുടെ എല്ലാ പ്രതീക്ഷകളും അങ്ങനെ തകർന്നഴിഞ്ഞു പോവാണ്. പിന്നീട് ഗൗതം മുറിയിലേക്ക് വരുമ്പോൾ നന്ദ ചോദിച്ചു, എന്ത് പറ്റി ഗൗതം സാർ, എന്താന്ന് ചോദിക്കണം. ഒന്നും പറയണ്ട, അവരവരുടെ പതിവ് പരിപാടിയായിട്ട് ഇറങ്ങിയെന്ന് പറയും. എന്താ കാര്യം എന്താന്ന് പറ. പിന്നീട് ജോത്സ്യം പറഞ്ഞിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാം. അപ്പം നന്ദ പറഞ്ഞു, ഇതൊക്കെ അവർ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളാ ഗൗതം സാറ്, ഇതൊന്നും ഉള്ള കാര്യങ്ങളല്ല. ഒരു കാരണവശാലും പ്രിയേച്ചിയും
അവസാനം നമ്മൾ ഒന്നിക്കരുത്. അങ്ങനെ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ വല്യമ്മയ്ക്ക് അതൊരു കുറച്ചിലാണല്ലോ. അതുകൊണ്ടാണല്ലോ വല്യമ്മ ഇത്ര വലിയ ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്തതെന്ന് പറയാ. ഗൗതം പറഞ്ഞു, ഇനി ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാലും എത്രയും പെട്ടെന്ന് പ്രിയേച്ചിനെയും വസന്ത് ഡോക്ടറും തമ്മിൽ ഒന്നിപ്പിക്കണം. അതിനുശേഷം എനിക്ക് വിശ്രമമുള്ളെന്ന് പറയാം. അതിനു മുമ്പ് ആ തെളിവുകളൊക്കെ എൻ്റെ കയ്യിലൊന്ന് കിട്ടണമെന്ന് പറയാം. ആ തെളിവുകളെ കിട്ടിയാൽ മാത്രമേ വല്യമ്മേനെ ഒറ്റയടിക്ക് ശരിയാക്കാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. പിന്നീട് നന്ദ പറഞ്ഞു, ഇതിന്റെ പേരിൽ പ്രിയേച്ചി ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ എന്തൊക്കെയാ പ്രശ്നങ്ങളുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. പിന്നീട് ഗൗതമിനോട് പറയുന്നുണ്ട് പ്രിയേനെയും കൂട്ടിക്കൊണ്ട് ഇന്ന് ചിഞ്ചുമോളെ കാണാൻ പോയ കാര്യങ്ങളും പിന്നീട് അതിനുശേഷം പ്രിയേച്ചി സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ഗൗതം പറഞ്ഞു, പ്രിയേച്ചി എന്തെങ്കിലും പറഞ്ഞോ? എന്നോടൊന്നും പറഞ്ഞില്ല. വസന്ത് ഡോക്ടർ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി തിരിച്ചു വരുമ്പോൾ എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്ന അറിയില്ല എന്ന് പറയണം. ഗൗതം പറഞ്ഞു, എന്താണെങ്കിലും സംഭവിക്കട്ടെ. ഇത്രയും കാലം സ്വന്തം പെറ്റമ്മയെ അവർ ചെയ്ത് ക്രൂരതയോളം വരില്ല. പ്രിയേച്ചി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പ്രിയേച്ചി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്ന് കേൾക്കാൻ അവർക്ക് പറ്റുള്ളൂ. തിരിച്ചൊരു മറുപടിയും പറയാൻ പറ്റില്ലെന്ന് പറയാണ്. ഇതിനെല്ലാം ശേഷം ചിഞ്ചുമോളുടെ അടുത്തുനിന്ന് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുവാണ്. ചിഞ്ചുമോളുടെ അടുത്തുനിന്ന് പോരാൻ പോലും തോന്നിയില്ല. ചിഞ്ചുമോളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതെ ഇപ്പോഴും സാധ്യമല്ല. അങ്ങനെ ചിഞ്ചുമോളെയും കൊണ്ട് വന്ന് താൻ ചിഞ്ചുമോളുടെ അമിത സ്നേഹം കാണിക്കുന്നുണ്ട്. ചിലപ്പം വീട്ടിലുള്ളവർക്ക് സംശയം തോന്നും. ചിഞ്ചുമോളെ ഇല്ലാതാക്കാൻ ചിലപ്പം മടിക്കില്ല. ഇത്രയും കാലം തന്നെയും തൻ്റെ കുഞ്ഞിനെയും തമ്മിൽ അകറ്റി നിർത്തിയാലാണെങ്കിൽ ഇനി അതിനേക്കാളും വലിയ നാടകങ്ങളൊക്കെ അവർ കളിച്ചു നിന്നിരിക്കും. പെറ്റമ്മയായ തൻ്റെ അമ്മ. അതുകൊണ്ട് ഒരു കാരണവശാലും ഇപ്പോൾ ചിഞ്ചുമോളെ കാണിക്കണ്ട. പിന്നീട് ചിഞ്ചുമോൾക്ക് കുറേ ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് പോരുന്നത്. സങ്കടപ്പെട്ട് കരഞ്ഞിട്ടാണ് പോരുന്നത്. പിന്നീട് ഞമ്മ പോയിട്ട് വരാട്ടോ എന്നൊക്കെ പറഞ്ഞാൽ പോരുന്നത്. ചിഞ്ചുമോൾക്കും ഭയങ്കര വിഷമമായിപ്പോയി. കുറേ കാലത്തിന് ശേഷം സ്വന്തം പെറ്റമ്മയുടെ ആ കുഞ്ഞിനെ അതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ടൊന്നും അറിയത്തില്ല. എന്നാലും അമ്മയാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അമ്മയാണല്ലോ എന്നൊരു ചിന്ത കുഞ്ഞിൻ്റെ ഉള്ളിലുണ്ടാകുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ചിഞ്ചുമോൾ കൂടുതൽ പ്രിയമായിട്ട് സംസാരിക്കുന്നു അടുക്കുകയൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം നേരെ പ്രിയ അസ്വസ്ഥപ്പെട്ട വീട്ടിലേക്ക് വരുന്ന വഴിക്കാണെങ്കിലും പ്രിയയുടെ ഉള്ളിൽ തൻ്റെ പെറ്റമ്മയായിരുന്നു ഇത്രയും കാലം ചെയ്ത ആ കൊടും ക്രൂരതയായിരുന്നു ഉള്ളിൽ നിറയെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതോടൊപ്പം തന്നെ ചിഞ്ചുമോൾ തൻ്റെ സ്വന്തം മോളാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രിയ നേരെ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് അരുന്ധതിയും മഹേശ്വരനും എല്ലാവരും അവിടെ നിൽക്കുന്ന കണ്ടത്. അപ്പോൾ അരുന്ധതിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് പ്രിയയ്ക്ക് തൻ്റെ സമനില തന്നെ തെറ്റിപ്പോയി. പ്രിയയ്ക്ക് പിന്നെ എന്താ താൻ പറയുന്നത് എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ലാത്ത ഒരവസ്ഥയിലേക്ക് ആയിപ്പോയി. അരുന്ധതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പ്രിയ അങ്ങോട്ട് പാഞ്ഞെടുക്കണം അരുന്ധതിയുടെ അടുത്തേക്ക്. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ കൊള്ളാം, നിങ്ങൾ എൻ്റെ പെറ്റമ്മയാന്ന് പറയാൻ പോലും എനിക്ക് അറപ്പാന്ന് പറയണേ. എന്താ മോളെ നീ പറയുന്നത്? എന്താന്ന് ചോദിക്കണം. ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞിനെ എന്നെ ഇരുന്ന് അടർത്തി മാറ്റി 6-7 വർഷം അവൾ മരിച്ചെന്ന് വിശ്വസിപ്പിച്ച് നിങ്ങളുടെ മനസ്സുണ്ടല്ലോ അതിനെ ഞാൻ നമിച്ചിരിക്കുമെന്ന് പറയാണ്. നിങ്ങൾക്ക് എങ്ങനെ തോന്നി ഇങ്ങനെ എൻ്റെ കുഞ്ഞിനെ എന്നിരുന്ന് അടർത്തി മാറ്റിയിട്ട് മറ്റൊരാൾക്ക് കൊടുക്കാനായിട്ട്? നിങ്ങൾ അത്രയ്ക്ക് ദുഷ്ടിയായിരുന്നില്ലേ? ഞാനിത് അറിയാനായിട്ട് വൈകിപ്പോയെന്ന് പറയണം. അരുതി മോളെ നീ എന്തൊക്കെ പിച്ചും പേയും പറയണേ, എനിക്കൊന്നും അറിയില്ല എന്ന് പറയണേ. മതിയമ്മേ അമ്മയുടെ നാടകം. ഞാനിത് കുറെ കണ്ടിട്ടുള്ളതല്ലേ. അച്ഛൻ്റെ മരണത്തിന് ഉത്തരവാദി വസന്താന്നും പറഞ്ഞ അവ അങ്ങനെ. അതിനുശേഷം എൻ്റെ കുഞ്ഞു മരിച്ചു പോയെന്നും പറഞ്ഞുകൊണ്ട് അമ്മയാണ് സഹിക്കുവോ? സ്വന്തം പെറ്റമ്മയുടെ അമ്മ ഈ ക്രൂരത ചെയ്തേക്കുന്നത്. ഈ ക്രൂരത ഞാൻ ക്ഷമിച്ചാലും മുകളിലിരിക്കുന്ന ഒരാൾ ഒരിക്കലും ക്ഷമിക്കില്ലമ്മയെന്ന് പറയാണ്. മോളെ ഞാനൊന്ന് പറഞ്ഞോട്ടെ അമ്മ, ഇനി കൂടുതൽ എന്നോടൊന്നും പറയണ്ട. ഞാനുണ്ടല്ലോ ഇതങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാനിത് ഗൗതമിനോട് പറയും. ഗൗതമിനോട് പറഞ്ഞ് തക്കതായ ശിക്ഷ അമ്മയ്ക്ക് വാങ്ങി തരുമെന്ന് പറയാണ്. അടുത്ത് പറഞ്ഞ് മോളെ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, അമ്മയെ കൂടുതലൊന്നും പറയണ്ട. അമ്മ ചെയ്ത നീച പ്രവർത്തിക്കുള്ള മറുപടി അമ്മയ്ക്കാൻ തരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കയറി പോകുന്നതോടൊപ്പം ഒരു കാര്യത്തിൽ വെല്ലുവിളിച്ചു. ഞാനും ഡോക്ടർ വസന്തവിനെ അധികം വൈകാതെ തന്നെ ഒന്നിക്കും. ആ കാഴ്ച അമ്മ കാണേണ്ട വരുമെന്ന് പറയാണ് എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കയറിപ്പോവാ. അരുന്ധതി പെട്ടു. അരുന്ധതിക്ക് ആ പാടെ സമനില തെറ്റിയുടെ അവസ്ഥയിൽ പോയി. അരുന്ധതി പെട്ടെന്ന് പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നേ? പ്രിയ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു. പക്ഷെ അവൾക്ക് എവിടെ നിന്ന് എങ്ങനെ കിട്ടി കുഞ്ഞു മരിച്ചിട്ടില്ലാന്ന്? ആ കുഞ്ഞിപ്പോൾ എവിടെയുണ്ട്? അവളെ കൈമാറിയായിരുന്നു, പക്ഷെ ഇതപ്പോൾ എവിടെയുണ്ട്? എങ്ങനെ ഇതൊക്കെ അറിഞ്ഞെന്നുള്ള ചിന്ത ഉണ്ടാകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് മഹേഷിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം എന്നോർത്ത് അരുന്ധതി എന്ത് ചെയ്യുകയാണ്, മഹേഷിനെ വിളിക്കുകയാണ്. മഹേഷിനെ വിളിച്ചിട്ട് നീ ഇങ്ങോട്ട് വന്നേന്ന് പറയണേ. മഹേഷൻ എന്താ എടുത്തി, എന്താ പ്രശ്നം ഏതാന്ന് ചോദിക്കുകയാണ്. എടാ ആകെപ്പാടെ പ്രശ്നമെന്ന് പറയാ. എന്ത് പ്രശ്നം? എടുത്തി കാര്യം എന്താന്ന് പറ. എടാ പ്രിയ അറിഞ്ഞു ആ കുഞ്ഞു മരിച്ചിട്ട്. ഏത് കുഞ്ഞ്? എടാ പ്രിയയുടെ കുഞ്ഞ്. വർഷങ്ങളായിട്ട് നമ്മൾ മനസ്സിൽ സൂക്ഷിപ്പിച്ച രഹസ്യമില്ലേ, അത് പുറത്തായെന്ന് പറയാ. ഏട്ടത്തി എന്ത് വർത്താനേ പറയണെന്ന് ചോദിക്കുക. സത്യം പറഞ്ഞേ, പ്രിയ ആ കുഞ്ഞിനെ കണ്ടെത്തിയിരിക്കുന്നു. പക്ഷെ ആരെ എന്താണെന്നും അറിയത്തില്ല. പ്രിയ ഇന്ന് എന്നെ വന്ന് വെല്ലുവിളിച്ചിട്ടാ പോയത്. അവളെ ചതിച്ച് എന്നെ വെറുതെ വിടില്ലാന്ന്, എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റുന്നു, എന്നെ ജയിലിലേക്ക് വിടുമെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് പോയെന്ന് പറയണം. മഹേശ്വരൻ പറഞ്ഞ് ചതിച്ചല്ല ഭഗവാനെ, ഇനി ഇപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇതെങ്ങാനും പുറത്ത് ലീക്കായിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ സംഭവിക്കാൻ പോകുന്ന എന്താന്ന്. നമ്മുടെ മാനം കപ്പലേറി ഇന്ത്യവരത്തിലെ എല്ലാവരുടെയും. കാരണം ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും പരാതി പ്രിയ കൊടുത്തിട്ടുണ്ടെങ്കിൽ പത്രക്കാരത് ഏറ്റെടുക്കും. പിന്നീട് വലിയ ചർച്ചയാകും. ഇത്രയും കാലം
സ്വന്തം കുഞ്ഞിനെ പെറ്റമ്മേലും നടത്തി മാറ്റിയെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയക്കാരും വരും. പിന്നെ തല ഉയർത്തി നടക്കാൻ പറ്റുമോ ഏട്ടത്തി? അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കണം. ഇതിനെ ഒരു മാറും കടത്ത് എത്രയും പെട്ടെന്ന് പ്രിയയുടെ കയ്യെ വീഴണം. കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് ആ കുഞ്ഞിനെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കണമെന്ന് പറയണം അരുന്ധതി. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മഹേശമ്മ ശരിയാ ഏട്ടത്തി പറയണേ. അതായിരുന്നു നമുക്ക് ഒരു പോംവഴിയുള്ളൂ. അതങ്ങനെ ചെയ്യണമെന്ന് പറയുവാണ്. വേണ്ടി വന്നാൽ അയാളെയും കൂടെ ഇല്ലാതാക്കണമെന്ന് പറയാം. അപ്പോൾ ആ തീരുമാനങ്ങളൊക്കെ എടുക്കണം. അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നു. നന്ദി.